ഇറ്റ്സ് സൺഡേ മോർണിംഗ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ കാണുന്ന നീല കളർ ഷീറ്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ചപ്പാത്തി പരത്താനായിട്ട്. അപ്പോൾ ഇത് കഴുകി വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ മറ്റേ തടിയൊക്കെ ആകുമ്പോൾ പൂപ്പലൊക്കെ പിടിക്കും, അങ്ങനത്തെ സംഭവമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു സാധനം മേടിച്ചതാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ചപ്പാത്തി പ്രിപ്പയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഇൻസ്റ്റൻ്റായിട്ടാണ് കൂടുതൽ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ടേസ്റ്റിന് ഒത്തിരി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. ഒരു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു 11 മണിക്ക് സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സലാഡ്, വെള്ളരിക്കയും ഒരു പേരയ്ക്കയും എല്ലാം കൂടിയിട്ട് അരിഞ്ഞ് അത് ഒരു പാത്രത്തിലിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അത് മുട്ട ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടു. പിന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ ഞാൻ ചോപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഉള്ളത് കൊണ്ട് അതൊരു ഈസിയാണ്. അപ്പോൾ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനും കൂടെ ചെയ്തു. എനിക്ക് നെയ്യ് പുരട്ടി ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഫ്ലേവർ ഒരുപാട് നെയ്യ് ഞാൻ യൂസ് ചെയ്യത്തില്ല, കുറച്ച് ജസ്റ്റ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ കുറേ നാളുകൊണ്ട് ഡയറ്റാണ്. അപ്പോൾ വെയിറ്റ് കൂടും, വെയിറ്റ് കുറയും കൂടും. ചില സമയത്ത് എൻ്റെ നാക്ക് ഞാൻ പറയുന്ന പോലെ കേൾക്കത്തില്ല. അപ്പോൾ പിന്നെ ഡയറ്റൊക്കെ അങ്ങ് തെറ്റിപ്പോവും. എന്നാലും വീണ്ടും പിറ്റേ ദിവസം തൊട്ട് ഞാൻ വീണ്ടും ഡയറ്റ് എടുത്ത് തുടങ്ങും. അപ്പോൾ എൻ്റെ കാര്യം കൊണ്ട് എനിക്ക് തന്നെ ഒരു രക്ഷയില്ലാത്ത കാര്യത്തിൽ ഇരിക്കുവാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് നല്ല വഴറ്റി നല്ലൊരു മുട്ടക്കറി വെച്ച് നല്ല കോമ്പിനേഷനല്ലേ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലേ. അപ്പോൾ നൈറ്റ് അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനും വളരെ ടേസ്റ്റാണ്. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും സച്ചുവും കൂടി ലുലു മോളിലോട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, പിന്നെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ആനക്കുട്ടനെ കണ്ട് ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വരവാണ്. ആൾ നല്ല ഗജകേസരി അല്ലേ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പേടിച്ചിട്ട് എൻ്റെ വണ്ടി എല്ലാം കൂടി എടുത്തിട്ട് സ്പീഡിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ദണ്ടയിട്ട് കാണുന്ന ട്രാഫിക് പോലീസ് ഉച്ചയ്ക്ക് അവരുടെ ആ ഒരു കഷ്ടം കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് പാവം തോന്നി. അങ്ങനെ നമ്മൾ ലുലു മോളിലെത്തി. ലുലു മോളിൽ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. സഞ്ജിത്ത് ഭയങ്കര ചിരിയായിരുന്നു. അമ്മയുടെ ആവേശ സിനിമയുടെ ഒരു പോസ്റ്റൊക്കെ കണ്ടപ്പോൾ അവന് എന്നെ ഭയങ്കര ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ടപ്പോൾ സഞ്ജിത്തിട്ട് നിങ്ങൾക്ക് തലയ്ക്ക് വല്ല സുഖമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ലുലു മോളിലൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റ്സിൻ്റെയൊക്കെ ഒരു കോംബോ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഒന്നും മേടിച്ചില്ല, കാരണം സ്വീറ്റ്സൊക്കെ ഇപ്പോൾ വളരെയധികം സ്ട്രിക്റ്റായിട്ട് ഞാൻ ഡയറ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ പോയി നോക്കി. എനിക്ക് പറ്റിയ ബെസ്റ്റ് ഒരു കളർ റെഡ് വൈൻ എനിക്ക് മേടിക്കാൻ പറ്റി. നല്ലൊരു കളറായിരുന്നു, നല്ലൊരു ഷെയ്ഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞാനും സച്ചുവും കൂടി ഒരു പ്ലേറ്റ് വാങ്ങി ഞങ്ങൾ രണ്ടും കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ സ്ലോ മോഷനിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വീഡിയോ എടുപ്പൊക്കെ. അതൊക്കെ സഞ്ജിത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. സ്ട്രോയൊക്കെ എടുത്ത് നമ്മൾ 2 ഗ്ലാസ്സായിട്ട് ഇട്ടു. ലൈം ജ്യൂസാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സഞ്ജിത്തിൻ്റെ മുടി വെട്ടണമായിരുന്നു. മുടി വെട്ടിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലോട്ട് യാത്ര പോയി. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു, ബൈ ബൈ.